ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഡ്രസ്സിലൊക്കെ കാണുന്ന ടെസൽ വർക്കില്ലേ, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കാണിക്കുന്നത്, നമുക്കെല്ലാവർക്കും ചെയ്യാം. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ലതായിരിക്കും. അതിന് എംബ്രോയ്ഡറി നൂലും എംബ്രോയ്ഡറി ഫ്രെയിമും ഒരു സ്കെയിലും പെൻസിലും ഒരു കത്രികയും സൂചിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ. ഞാനിത് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് അതുപോലെ ചെയ്യാം. ഇത് ഞാൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ, ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ഗ്രീൻ കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് സൂചിയിൽ കോർത്തിട്ടുള്ളത് ഡബിൾ ലെയർ ആയിട്ടാണ്. നമുക്ക് സിംഗിൾ ലെയർ ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ ഡബിൾ ലെയറിലാണ് എടുത്തത്, കുറച്ച് കട്ടിയിൽ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എംബ്രോയ്ഡറി ഫ്രെയിം ഫിക്സ് ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ടാണ്. ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടസലിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിൽ കാണില്ല. ലൈനിങ്ങിൽ കൂടെ ആണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ കാണും. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എംബ്രോയ്ഡറി ഫ്രെയിം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ബാക്കിൽ പുറത്തേക്ക് കാണില്ല. നമ്മൾ കട്ട് ചെയ്ത ഉടനെയാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് ചെയ്യുന്നതെങ്കിൽ സുഖമാണ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ലൈനിങ്ങും കൂടെ വരുമ്പോൾ നമുക്കത് കാണില്ല. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു ടോപ്പ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ലൈനിങ്ങിൻ്റെ ഉള്ളിലാണ് എംബ്രോയ്ഡറി ഫ്രെയിം വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായൊക്കെ വലിച്ച് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. നമ്മൾ ആ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനിൽ കൂടെ കറക്റ്റ് വരച്ചു കൊടുക്കുക. അതിൻ്റെ എൻഡ് വരെ ലൈനിൽ കൂടെ കറക്റ്റായിട്ട് തുന്നി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേറൊരു കളറ് നൂല് ആ ബണ്ടിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടത് അതിൻ്റെ മുകളിൽ കൂടെ തുന്നി ഉറപ്പിക്കുക. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറയുന്നതിനേക്കാളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിതിന് ബ്ലൂ കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വീഡിയോയിൽ കാണാൻ കുറച്ചുകൂടെ നല്ലത് ബ്ലാക്ക് ആയതുകൊണ്ട്, മനസ്സിലാവുക ബ്ലാക്ക് എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലാക്ക് എടുത്തതാണ്. അത് ഉറപ്പിച്ചതിന് ശേഷം അത് കൂട്ടി പിടിച്ചിട്ട് പിന്നെ നമുക്ക് ഈ പൂവിൻ്റെ ഒക്കെ ചെണ്ട് ഉണ്ടാവില്ലേ, ആ ചെണ്ട് പോലെ നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് തുന്നി കൊടുക്കാം. തുന്നിയിട്ട് അത് നന്നായി ഉറപ്പിക്കാം. നമുക്ക് പ്ലെയിൻ തുണി വാങ്ങി ടോപ്പുകളൊക്കെ അടുപ്പിച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ ചെയ്ത് പലതരത്തിലും ഇങ്ങനെ പല കളറുകൾ കൊണ്ടും ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ വർക്ക് ചെയ്ത ഡ്രസ്സ് നമുക്കിടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിൽ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് കത്രിക വെച്ച് കറക്റ്റായിട്ട് ലെവലിൽ കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക. പല്ല് അടുപ്പം ഉള്ള ചീർപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക. അപ്പം ഇത് നല്ല ഇതായിട്ട് ഇങ്ങനെ നല്ല രസത്തിൽ, എന്താ പറയുക എനിക്കറിയില്ല, അങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും ആ നൂല് ചീർപ്പ് വെച്ച് ചീകി കൊടുക്കുമ്പോൾ. എന്നിട്ടത് ഒന്നുകൂടെ ലെവൽ ചെയ്തിട്ട് എങ്ങനെ വേണോ അതേപോലെ ലെവൽ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുക. ഇതേപോലെ നമുക്ക് സൈഡിലായിട്ടും എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം. ഇത് ഞാൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമായിട്ടൊരു വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത്.
ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്